ഹലോ സ്റ്റുഡൻസ്, നമ്മളിനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് ഓഫ് ക്യാൻഡിലിവർ ബീംസ് ആണ്. അപ്പോൾ ക്യാൻഡിലിവർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഒരു എൻഡ് ഫിക്സ് ആയിരിക്കും, ഒരു എൻഡ് ഫിക്സ് മറ്റേ എൻഡ് ഫ്രീ ആയിട്ടുള്ള ബീം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതാണ് ഒരു ക്യാൻഡിലിവർ ബീം. അപ്പോൾ ക്യാൻഡിലിവർ ബീമിൻ്റെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ക്യാൻഡിലിവർ ബീം, അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഇവിടെ ക്യാൻഡിലിവറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇങ്ങനെയാണ് മിക്കവാറും ക്യാൻഡിലിവറിൻ്റെ ഫിക്സഡ് എൻഡ് ലെഫ്റ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ബെൻഡിങ് ഇതെടുക്കാനായിട്ട് സെക്ഷൻ എടുക്കാനായിട്ട് ഫിക്സഡ് എൻഡിൽ നിന്ന് സെക്ഷൻ എടുക്കാൻ പറ്റില്ല, ഫ്രീ എൻഡിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ രണ്ട് എൻഡും ഫ്രീ ആണ്, ഫിക്സഡ് അല്ലല്ലോ. അപ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ക്യാൻഡിലിവറിൻ്റെ ഒരു എൻഡിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും റൈറ്റ് എൻഡിൽ നിന്ന് മാത്രമേ സെക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൈൻ കൺവെൻഷൻ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സെക്ഷൻ്റെ റൈറ്റ് പോർഷനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൈൻ കൺവെൻഷൻ ഇവിടെ ഫോളോ ചെയ്യണം, അത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ എ ക്യാൻഡിലിവർ ബീം ഓഫ് ലെങ്ത് എൽ ക്യാരിങ് എ കോൺസെൻട്രേറ്റഡ് ലോഡ് W അറ്റ് ഇറ്റ്സ് ഫ്രീ എൻഡ് ഡ്രോ SFD ആൻഡ് BMD ഓഫ് ദ ബീം. അപ്പോൾ ഇതാണ് ബീം തന്നിരിക്കുന്നത്. എൻഡ് എ ഫിക്സഡ് ആണ്, എൻഡ് ബി ലെങ്ത് ഓഫ് ബീം എന്ന് പറയുന്നത് L ആണ്. അതുപോലെ അതിൻ്റെ പോയിന്റ് ഫ്രീ എൻഡിൽ ലോഡ് W ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സെക്ഷൻ എടുക്കാം. കൺസിഡർ ഇൻ എ സെക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആൻഡ് ഫോഴ്സ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് സെക്ഷൻ ഈസ് ഈക്വൽ ടു -W. അപ്പോൾ -W ആണ് ഇവിടെ ആക്ട് ചെയ്യുന്ന സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഒറ്റ ഫോഴ്സേ ഉള്ളൂ. അപ്പോൾ സെക്ഷൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുക, ദെൻ അവിടെ ആക്ട് ചെയ്യുന്ന ഒറ്റ ഫോഴ്സ് ഉണ്ട്. ദെയർഫോർ ഷിയർ ഫോഴ്സ് ആക്ടിങ് അറ്റ് എനി സെക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി BM SF ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു -W ആണ്. അപ്പോൾ ഇത് -W ആണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി ആൻഡ് ഷിയർ ഫോഴ്സ് അറ്റ് എ രണ്ടും -W ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അപ്വേർഡ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ മുകളിലേക്ക് അപ്വേർഡ് ആയിരിക്കും ഡയറക്ഷൻ. അപ്പോൾ കണ്ടോ AB നമ്മൾ വരച്ചിട്ട് നമ്മൾ മുകളിലേക്ക്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് W ആയിരിക്കും. നമ്മളിവിടെ AB ആണ് ഇപ്പോൾ ഇവിടെ ആക്സിസ് വരുന്നത്. AB എന്നുള്ള ആക്സിസ് മാർക്ക് ചെയ്തിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന പോലെ തന്നെ AB ആയിരിക്കും ആക്സിസ്. അവിടുന്ന് മുകളിലേക്ക് W, ഈ ഹൈറ്റ് ഉദ്ദേശിക്കുന്ന W ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ മൈനസ് ഒന്നും കൊടുക്കണ്ട, മുകളിലേക്ക് ആണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് സെക്ഷൻ കൺസിഡർ ചെയ്ത ഈ വാല്യൂ നെഗറ്റീവ് ആണെന്ന് ഫിഗർ ചെയ്യുന്ന വ്യക്തമാക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാം. To find the bending moment, take a section, take a moment about സെക്ഷനിൽ നിന്ന് മൊമെന്റ് എടുക്കുക. ഒറ്റ ഫോഴ്സേ ഉള്ളൂ, അതുകൊണ്ട് മൊമെന്റ് എടുക്കുമ്പോൾ അതാണ് ക്ലോക്ക് വൈസ് മൊമെന്റ് നെഗറ്റീവ് ആണ്, റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തുകൊണ്ട്. therefore BMX is equal to -W into X. then bending moment at when X is equal to 0, X 0 വരുമ്പോൾ പോയിന്റ് ബിയിലാണ്. therefore bending moment at B is equal to -W into 0, 0 ആണ്. then bending moment at A, അതായത് at X is equal to L വരുമ്പോൾ bending moment at A is equal to -W into L. അപ്പോൾ WL നെഗറ്റീവ് ആണ്, നെഗറ്റീവ് bending moment താഴേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവിടെ 0, ഇവിടെ വരുമ്പോൾ ഇത് ലീനിയർ ആണ്, എക്സിൻ്റെ ടൈം മാത്രമുള്ള ഇക്വേഷൻ ആണ്, എക്സ് സ്ക്വയർ ഇല്ല, അതുകൊണ്ട് ലീനിയർ ആണ് ഈ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ bending moment. ഇനി അടുത്തത്, a cantilever beam is loaded with a uniformly distributed load as given below. Draw SFD and BMD. ഇപ്പോൾ കാൻഡിലിവർ ബീമിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ആ ലോഡ് എന്ന് പറയുന്നത് W ആണ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം എന്താ വെച്ചാൽ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്. ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻസ് ഇല്ലല്ലോ. അപ്പോൾ ടു ഫൈൻഡ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺസിഡർ എ സെക്ഷൻ XX ബിറ്റ്വീൻ A ആൻഡ് B. ഇപ്പോൾ ഒറ്റ പോർഷനേ ഉള്ളൂ, ഏതോ AB എന്നുള്ള ഒറ്റ പോർഷൻ. അപ്പോൾ എക്കും ബിക്കും ഇടയിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. എക്കും ബിക്കും ഇടയിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം എൻഡ് B. അപ്പം നമ്മൾ റൈറ്റിൽ നിന്ന് എടുക്കുന്നത്. ദെൻ കൺസിഡർ ദ റൈറ്റ് പോർഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും സെക്ഷൻ വരുന്നത്. ഇതാണ് എൻഡ് B.
ഇനി നമുക്ക് ഇതിനെ ഒരു പോയിന്റ് ലോഡ് ആക്കി മാറ്റണം. പോയിന്റ് ലോഡ് ആക്കി മാറ്റുമ്പോൾ ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ W ഇൻറ്റു എക്സ് ആയിരിക്കും പോയിന്റ് ലോഡ്. അത് ആക്ട് ചെയ്യുന്നത് സെക്ഷനിൽ നിന്ന് x/2 ഡിസ്റ്റൻസിൽ. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് എനി സെക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് WX. താഴേക്ക് ആക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്, താഴേക്ക് നെഗറ്റീവ് ആകുന്നത്. അപ്പോൾ -WX. അപ്പോൾ നമ്മൾ ഫോഴ്സ് ആഡ് ചെയ്യുമ്പോൾ താഴേക്കുള്ളത് മൈനസ് മുകളിലേക്കുള്ളത് പോസിറ്റീവ് ആയിട്ട് ആഡ് ചെയ്യുക. ആൾജിബ്രായിക് സം നെഗറ്റീവ് വരണമെങ്കിലാണ് അത് മുകളിലേക്ക് ആക്ട് ചെയ്യുക. ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആണെങ്കിൽ, ആൾജിബ്രായിക് സം പോസിറ്റീവ് ആണെങ്കിൽ താഴേക്ക് ആക്ട് ചെയ്യും. അത് റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി. അപ്പോൾ ബിയിൽ വരുന്ന ഷിയർ ഫോഴ്സ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് 0 ആണ്, കണ്ടോ 0. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് എ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് എൽ കൊടുക്കുക. ഷിയർ ഫോഴ്സ് അറ്റ് എ വെൻ എക്സ് ഇസ് ഈക്വൽ ടു എൽ ദെൻ എസ് ഓഫ് എ ഇസ് ഈക്വൽ ടു -W ഇൻറ്റു എൽ. അപ്പോൾ -WL ആണ്. അത് മൈനസ് ആയതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് എടുക്കുന്നു. അപ്പോൾ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യും. അടുത്തത് ടു ഫൈൻഡ് ബെൻഡിങ് മൊമെന്റ്. ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ടേക്ക് മൊമെന്റ് അബൌട്ട് സെക്ഷൻ, ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. അപ്പോൾ WX ഇൻറ്റു -WX ഇൻറ്റു x/2 -WX²/2. അപ്പോൾ ഇത് പരാബോളിക് ആണ്, കർവ്ഡ് ആയിരിക്കും. ഇനി എൻഡ് ബിയിൽ ബെൻഡിങ് മൊമെന്റ് കിട്ടണമെങ്കിൽ x0 കൊടുക്കുക. അപ്പോൾ എന്താണ് 0 വരും. അതുപോലെ എൻഡ് എയിൽ ഒരു കിട്ടണമെങ്കിൽ x L കൊടുക്കുക. ദെൻ -W ഇൻറ്റു L²/2. അപ്പോൾ WL²/2 ആണ്, നെഗറ്റീവ് ആണ് ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് താഴേക്ക്. WL²/2 ആണ് അതിൻ്റെ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് ഇവിടെ 0 ആണ്. ഇത് കർവ് ആക്കി വരയ്ക്കുക. ഇനി അടുത്തത് ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് ദ ക്യാൻഡിലിവർ ലോഡഡ് ആസ് ഷോൺ ബിലോ. ഇപ്പോൾ ഇവിടെ ക്യാൻഡിലിവറിൽ 3 ലോഡുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. 4 kN, 6 kN, പിന്നെ വീണ്ടും 6 kN. അപ്പോൾ 3 പോർഷൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് 2, 4, 4. ബീമിന്റെ നെയിം AD, ദെൻ ഇടയിൽ B ആൻഡ് C, അങ്ങനെ 3 പോർഷനാണ് ഉള്ളത്. നമ്മൾ ആദ്യം തന്നെ ഇപ്പം നമ്മൾ സിംപ്ലി സപ്പോർട്ട് ബീമിൽ ചെയ്ത പോലെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യം ഷിയർ ഫോഴ്സുകളും ആദ്യം മാർക്ക് ചെയ്യാം, പിന്നെ ബെൻഡിങ് മൊമെന്റുകൾ ചെയ്താൽ മതി. സിംപ്ലി സപ്പോർട്ട് ബീമിൽ നമ്മൾ ഒരു സെക്ഷൻ പോർഷൻ കൺസിഡർ ചെയ്താണ് അതിനകത്ത് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ച് പോയിരുന്നത്. ഇവിടെ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം പോർഷൻ CD ആദ്യം കൺസിഡർ ചെയ്യുക. CD റൈറ്റിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. പോർഷൻ CD ആദ്യം കൺസിഡർ ചെയ്യുക. സെക്ഷൻ എടുക്കുക. സെക്ഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ SFX -6 ആണ്, അത് മുകളിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ 6 കണ്ടോ. നമുക്കൊരു സ്കെയിലിൽ ഒരു മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ സിക്കും ഡിക്കും ഇടയിൽ വേറെ ഫോഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ 6 ആണ് ആദ്യം, പിന്നെ C കഴിഞ്ഞാൽ അടുത്ത 6 വരുള്ളൂ. അപ്പോൾ D തൊട്ട് C വരെ 6 kN മാത്രം കോൺസ്റ്റന്റ് ഷിയർ ഫോഴ്സ്. ഇനി അടുത്തത് പോർഷൻ BC എടുക്കാം. പോർഷൻ BCയിലെ ഷിയർ ഫോഴ്സ്. അപ്പോൾ പോർഷൻ BC എടുക്കുമ്പോൾ ഇവിടെ ഒരു സെക്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ സെക്ഷൻ എടുക്കുമ്പോൾ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പോൾ 2 ഉണ്ട്. ഏതൊക്കെയാണ്? 6ഉം 6ഉം ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ -12 kN താഴേക്കാണ്, നെഗറ്റീവ് ആണ് കിട്ടുന്നത്. അപ്പോൾ അത് ഇവിടെ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് മുകളിലേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ 6 ഉണ്ട്, ഇനി ഒരു 6ഉം കൂടി മുകളിലേക്ക് കൊടുത്തിട്ട് ഇപ്പോൾ ടോട്ടൽ 12 kN. ഇനി ഇവിടെ C തൊട്ട് B വരെ 12 ആയിരിക്കും. ഇനി അടുത്ത സെക്ഷൻ എടുക്കുക. അടുത്ത സെക്ഷൻ എടുക്കുമ്പോൾ എന്നാണ് AB എന്നുള്ള സെക്ഷനിൽ എടുക്കുമ്പോൾ ഇപ്പോൾ എത്ര റൈറ്റിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അതായത് 6, 6, 4, അതായത് 16 kN. അപ്പോൾ അതായത് -4 പ്ലസ് -6 പ്ലസ് -6, അതായത് -16 kN. അപ്പോൾ അത് പോസിറ്റീവ് ആണ്, മുകളിലേക്ക്. -6 താഴെ ആണ്, അത് മുകളിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 12 ഉണ്ട്. ഇപ്പോൾ ഒരു 4 കൂടി ആഡ് ചെയ്ത് കോൺസ്റ്റന്റ് ഷിയർ ഫോഴ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ഷിയർ ഫോഴ്സിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് വരയ്ക്കേണ്ടത് ബെൻഡിങ് മൊമെന്റ് ആണ്. ടു ഫൈൻഡ് ബെൻഡിങ് മൊമെന്റ്, അപ്പോൾ പോർഷൻ CD കൺസിഡർ ചെയ്യാം. പോർഷൻ CD ആദ്യം കൺസിഡർ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ വരച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത സെക്ഷൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 6 kN മാത്രമേ ഉള്ളൂ. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അബൌട്ട് XX എടുക്കുക, സെക്ഷൻ എടുക്കുക.
ബി എം എക്സ് ഇസ് ഈക്വൽ ടു -6 × x. അപ്പോൾ ബിയിൽ അറ്റ് എൻഡ് ഡി ബെൻഡിങ്, അതായത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 വരുമ്പോഴാണ് എൻഡ് ഡി വരുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു -6 × 0 0 ആണ്. അതുപോലെ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 4, എക്സ് ഇസ് ഈക്വൽ ടു 4 വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഏത് പോയിന്റ് ആയിരിക്കും? സി, പോയിന്റ് സിയിൽ, അതായത് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഇസ് ഈക്വൽ ടു -6 × 4 ഇറ്റ് ഇസ് ഈക്വൽ ടു 24 kN. -24 ആണ് താഴേക്ക്. അപ്പോൾ ഇവിടെ 0, ഇവിടെ -24. ലീനിയർ ആണ്, എക്സിൻ്റെ ഡേ മാത്രം ഉള്ളതുകൊണ്ട്. ഇനി അടുത്ത പോർഷൻ കൺസിഡർ ചെയ്യാം. പോർഷൻ ബി സി കൺസിഡർ ചെയ്യാം. ടേക്ക് സെക്ഷൻ ബിറ്റ്വീൻ ബി ആൻഡ് സി. അപ്പോൾ ബിക്ക് സിക്ക് ഇടയിൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ ബിക്ക് സിക്ക് ഇടയിൽ ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ റൈറ്റ് സൈഡിൽ 2 ഫോഴ്സുകൾ വരുന്നുണ്ട്, 6 6 ആണ്. അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും, കണ്ടോ? ഇവിടെ ഡിയിലെ ഫോഴ്സ്, സിയിലെ ഫോഴ്സ്, ഇവിടെ നിന്നാണ് സെക്ഷൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് സെക്ഷൻ വരെ എക്സ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് 4, ദെൻ സെക്ഷനിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് - 4. Then take a moment about the section. Then bending moment acting at the section is equal to -6x - 6 × x - 4. അപ്പോൾ at x is equal to 4 വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്നത് -24, അത് നേരത്തെ കിട്ടിയതാണ്. അതുപോലെ x is equal to 8 വരുമ്പോൾ പോയിന്റ് ബി ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി is equal to -6 × 8 - 6 × 8 - 4 ഇറ്റ് is equal to 72 -72 kN താഴേക്കാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 72 kN ഇവിടെ. നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒന്നും ഇടണ്ട. നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ എഴുതുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി, 72 kN. ഇനി അടുത്ത സെക്ഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. അപ്പോൾ എ ബിയിൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്താൽ 3 ഫോഴ്സുകളുണ്ട്, 6 6 4. അപ്പോൾ നോക്കുക, പോർഷൻ എ ബി എടുക്കുക. ടേക്ക് എ സെക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇവിടെ സെക്ഷനിൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുക 3 ഫോഴ്സുകൾ. ഈ ഡിസ്റ്റൻസ് 4, ഈ ഡിസ്റ്റൻസ് 4, ഈ ഡിസ്റ്റൻസ് x - 8 വരും. അപ്പോൾ ബെൻഡിങ് ടേക്ക് മൊമെന്റ് അബൌട്ട് സെക്ഷൻ. അപ്പോൾ -6 × x -6 × x - 4 -4 × x - 8. അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഇവിടെ പോയിന്റ് ബിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ x = 8 കൊടുത്തു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി 72 -72 kN നേരത്തെ കിട്ടിയത് തന്നെ. ഇനി അതുപോലെ x = അങ്ങേയറ്റം എന്ന് പറയുമ്പോൾ പോയിന്റ് എയിൽ കിട്ടണമെങ്കിൽ x = 10 കൊടുക്കുക. ദെൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് a = -104 kN. അപ്പോൾ 104 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 104 kN. എല്ലാം ലീനിയർ ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക ഫിഗർ എയിലേക്ക്. നെക്സ്റ്റ്, ഡ്രോ ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് ദ ക്യാൻഡിലിവർ ഷോൺ ബിലോ. ഈ താഴെ തന്നിരിക്കുന്ന ഈ ക്യാൻഡിലിവറിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. അതിനായിട്ട് നമ്മൾ വിത്ത് ക്യാൻഡിലിവറിന്റെ എ ബി സി എന്നുള്ളതാണ്. എ ബി പോർഷനിൽ ലോഡൊന്നുമില്ല. ബി തൊട്ട് സി വരെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, 3 kN/m. അപ്പോൾ നമ്മൾ ആദ്യം ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക. പോർഷൻ ബി സി കൺസിഡർ ചെയ്യുക. ആദ്യം പോർഷൻ ബി സിയിലെ സെക്ഷൻ എടുക്കുക. പോർഷൻ ബി സിയിൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും, കണ്ടോ? ഈ എക്സ് ഡിസ്റ്റൻസിൽ ഇപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വന്നിട്ടുണ്ട്. അതിനെ പോയിന്റ് ലോഡ് ആക്കി ഇവിടെ വരച്ചിട്ടുണ്ട്, ഫ്രീ ബോഡി ഡയഗ്രാം. 3 × x ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് -3x ആണ്. താഴേക്ക് ആയതുകൊണ്ട് -3x. ഇനി വെൻ x = 0, പോയിന്റ് സിയിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് -3 × 0 0 വരും. ഇനി പോയിന്റ് ബിയിലത്തെ കിട്ടണമെങ്കിൽ ഷിയർ ഫോഴ്സ് കിട്ടണമെങ്കിൽ x = 6 കൊടുക്കുക. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി = -3 × 6 ഇറ്റ് = -8 kN. -8. അപ്പോൾ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് മൈനസ് വന്നാൽ മുകളിലേക്കായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇവിടെ 0 ആണ്, സിയിൽ 0, ഇവിടെ വരുമ്പോൾ 18 kN. മൈനസ് വന്നുകൊണ്ട് നമ്മൾ മുകളിലേക്ക് എടുത്തു, ഇവിടെ കിട്ടി. ഇനി അടുത്തത് ഈ പോർഷൻ എ ബി കൺസിഡർ ചെയ്യുക. അപ്പോൾ എ ബിയുടെ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എന്ത് വരും, ഇവിടുന്ന് ഇപ്പം എത്രയൊക്കെ ഉണ്ട്, ഒറ്റ ഫോഴ്സ് തന്നെ ഉള്ളൂ, കണ്ടോ? ഇപ്പം ഇവിടെ ഇതിനെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം ആയിട്ട് വരയ്ക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ 6 തന്നെയാണ്. അപ്പോൾ 3 × 6 18 kN വരും. അപ്പോൾ -18 kN ആണ് വരുന്നത്. അതായത്
നമ്മൾ ഇപ്പം ഇനി -18 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ ബി തൊട്ട് ആകെ നമ്മൾ ഇവിടുത്തേക്ക് ഈ എക്കും ബിക്കും ഇടയിൽ സെക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഷിയർ ഫോഴ്സ്, ഈ സെക്ഷനിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 18 ആണ്. ബി തൊട്ട് എ വരെ 18 തന്നെയായിരിക്കും, -18 ആണ്, അതായത് മുകളിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇത്രയും വരെ 18. ഇനി അതിൻ്റെ തന്നെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട് പോർഷൻ ബി സി നമ്മൾ നേരത്തെ കട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ചപ്പോൾ 3x കിട്ടി, ഈ ഡിസ്റ്റൻസ് x/2. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അബൌട്ട് സെക്ഷൻ എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ബെൻഡിങ് മൊമെന്റ് എടുക്കുമ്പോൾ ഇങ്ങോട്ട് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് വരുമ്പോൾ നെഗറ്റീവ്. അപ്പോൾ -3x × x/2. അതിൽ -3x²/2 പരാബോളിക് ആണ്. x² ടേം വന്നതുകൊണ്ട് കർവ് ആയിരിക്കും. x0 വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്നത് -3 0 ആണ്. x6 വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എന്ന് പറയുമ്പോൾ -3 × 6²/2, അതായത് -15 സീറോയും 0 ഇവിടെ 0, പിന്നെ ഇവിടെ -54 ആണ്. താഴേക്ക് വരയ്ക്കുക. ഇത് കർവ് ആണ്. ഇക്വേഷൻ കർവ് വന്നുകൊണ്ട് ഇത് കർവ് ആയിട്ട് വരും. ഇനി അടുത്ത് പോർഷൻ എ ബി ആണ്. പോർഷൻ എ ബി എടുക്കാനായിട്ട് എ ബിയുടെ ഇടയിൽ സെക്ഷൻ എയുടെയും ബിയുടെയും ഇടയിൽ സെക്ഷൻ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ പോർഷൻ കൺസിഡർ ചെയ്യാം. ദെൻ ബി തൊട്ട് സി വരെയുള്ള ആണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അതിന് പോയിന്റ് ലോഡാക്കി 18 ആക്കി. ദെൻ മൊമെന്റ് അബൌട്ട് സെക്ഷൻ എടുക്കുക. അപ്പോൾ എന്താണ് 18 മാത്രമേ ഉള്ളൂ. അപ്പോൾ -18 × ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? x -3 -18 × x - 3. അറ്റ് x = 6 വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് b = -18 × 6 - 3, അതായത് -54. അത് തന്നെ നമുക്ക് നേരത്തെ കിട്ടിയതാണ്. ഇനി x = 10 വരുമ്പോൾ അങ്ങേ അറ്റം, അതായത് ലെഫ്റ്റ് എൻഡ് എയിലെ ബെൻഡിങ് മൊമെന്റ് bm അറ്റ് a = -18 × 10 - 3, അപ്പോൾ -18 × 7, that is -126 kN മീറ്റർ. -126, അതായത് ഇവിടെ ഈ പോയിന്റ് 126 ആണ്. അത് ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്ത് എൻഡ് എത്തിയതുകൊണ്ട് ഇനി അവിടെ ക്ലോസ് ചെയ്യാം. അടുത്ത നേരത്തെ തന്ന പ്രോബ്ലം പോലെ തന്നെയാണ്. അവിടെ ഇപ്പുറത്തായിരുന്നു UDL, ഇനി എപ്പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ അതേപോലെ തന്നെ എങ്ങനെ വരും നോക്കാം. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് BC എന്നുള്ള പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫോഴ്സ് ഒന്നുമില്ല. അതായത് കണ്ട, ഇവിടെ സെക്ഷൻ എടുത്തിട്ട് റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ഒന്നുമില്ല ആക്ട് ചെയ്യാനുള്ള. അപ്പോൾ ഷിയർ ഫോഴ്സ് C തൊട്ട് B വരെ 0 ആണ്. ഇവിടെ തൊട്ട് ഇത്രയും വരെ 0 ആണ്. ഈ പോർഷൻ AB എടുക്കുക. AB എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് UDL വരുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഇത് ചെയ്യുക, പോയിന്റ് ലോഡ് ആക്കുക. പോയിന്റ് ലോഡ് ആക്കുമ്പോൾ 3 kN/m ആണ് UDL. അപ്പോൾ 3 × ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ എത്ര വരും? ഇവിടെ തൊട്ട് സെക്ഷൻ തൊട്ട് B വരെ x - 4 ആണ്. അപ്പോൾ 3 × x - 4 ആണ് ലോഡ്. ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ SFX = -3 × x - 4 ആണ്. ഇനി x = ബിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ x = എത്രയാണ്? 4 വരുമ്പോൾ അറ്റ് x = 4 ഷിയർ ഫോഴ്സ് അറ്റ് B = -3 × x 4 - 4 0 ആണ് ബിയിലെ ഷിയർ ഫോഴ്സ്. ദെൻ അറ്റ് x = 10, അതായത് എൻഡ് എയിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് -3 × 10 - 4, ദാറ്റ് ഈസ് -3 × 6, അപ്പോൾ -18 kN. മൈനസ് ആയതുകൊണ്ട് മുകളിലേക്കാണ്. 18 kN ഇവിടെ. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്യാം. കാരണം എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണ്. ഇവിടെ ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത് ബെൻഡിങ് മൊമെന്റ് എടുക്കാം. നമ്മൾ ആദ്യം പോർഷൻ AB കൺസിഡർ ചെയ്യാം. അവിടെ പോർഷൻ BC ബെൻഡിങ് മൊമെന്റ് 0 ആണ്. BC വേറെ ഒന്നുമില്ലല്ലോ. പോർഷൻ BC നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ബെൻഡിങ് മൊമെന്റ് 0 ആണ്. അപ്പോൾ C തൊട്ട് B വരെ ബെൻഡിങ് മൊമെന്റ് 0. ഇനി അടുത്ത് നമ്മൾ എടുക്കേണ്ട പോർഷൻ AB ആണ്. AB എടുക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടെ C, B, ഇവിടെ സെക്ഷൻ, ഇപ്പുറത്താണ് A. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x - 4. പോയിന്റ് ലോഡ് ആകുമ്പോൾ W × x - 4 വരും. ടേക്ക് മൊമെന്റ് അബൌട്ട് സെക്ഷൻ എടുക്കുമ്പോൾ W × x - 4 ഇൻറ്റു ഈ ഡിസ്റ്റൻസിന്റെ പകുതി x - 4/2. അപ്പോൾ W × x - 4² 2 വരും.
അപ്പോൾ അറ്റ് എക്സ് ഇസിക്കൽ ടു 4, ഇതിപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ടേം വരുന്നതുകൊണ്ട് കർവ്ഡ് ആയിരിക്കും, പരാബോളിക് ഇക്വേഷൻ ആണ്. എക്സ് 4 വരുമ്പോൾ ബിയിലെ ബെൻഡിങ് മൊമെന്റ് എന്ത് വരും നോക്കാം. ഇവിടെ എക്സ് -4, അപ്പോൾ 4 - 4 വരുമ്പോൾ 0 വരും. അപ്പം ബിയിലെ ബെൻഡിങ് മൊമെന്റ് 0 ആണ്, ഇവിടെ ഇല്ല ബെൻഡിങ് മൊമെന്റ്. ഇനി എക്സ് അറ്റ് എക്സ് ഇസിക്കൽ ടു 10, എൻഡ് വരുന്ന ഈ അറ്റം വരുമ്പോൾ എൻഡ് എ കിട്ടണമെങ്കിൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് 10 ആണ്. എക്സ് 10 വരുമ്പോൾ അറ്റ് എക്സ് ഇസിക്കൽ ടു 10 ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് W ഇൻറ്റു 10 - 4 ഹോൾ സ്ക്വയർ ബൈ 2, അതായത് 3 ഇൻറ്റു 6 സ്ക്വയർ ബൈ 2, 54 ന്യൂട്ടൺ മീറ്റർ ആണ് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്. ഇവിടെ ഒരു മൈനസ് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. -W ഇൻഡെക്സ് -4 ഇൻഡെക്സ് -4 ബൈ 2 ആണ് വരുന്നത്, മൈനസ് ആണ് വരുന്നത് കേട്ടോ. അവിടെ മൈനസ് എടുക്കുക, താഴേക്കാണ് മാർക്ക് ചെയ്യേണ്ടത് 54. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.